ഫ്രണ്ട്സ്, പാലക്കാട്ടുകാർക്ക് ഈ സമയം കൃഷിപ്പണിയുടേത് കൂടിയാണ്. പാടത്ത് വളമിടലും പിന്നെ ഞാറുപറിക്കൽ, ഞാറുനടിയിൽ അങ്ങനെ പോകുന്നു കൃഷിപ്പണികൾ. അപ്പോൾ ഞാനിന്ന് എൻ്റെ പാടത്തേക്ക് പോവുകയാണ്. അമ്മ കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് വളമിടണമെന്ന് പറഞ്ഞിട്ട് ചാക്കിലൊക്കെ ചേറുവെട്ടി നിറച്ച് കഴായി കെട്ടി. കഴായി എന്ന് പറയുന്നത് ചാലാണ് കേട്ടോ. അത് ഇവിടുത്തെ ഒരു ഭാഷയാണ്. പിന്നെ കുറച്ച് കട്ടൻ ചായയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് ഈ വെയിലുള്ള സമയത്തൊക്കെ കട്ടൻ ചായയാണ് ഇഷ്ടം. 2 ദിവസമായിട്ട് പാലക്കാട് മഴയില്ല. അപ്പോൾ വളമിടാനൊക്കെ പറ്റിയ സമയമാണ്. ചില കണ്ടത്തൊക്കെ ഞാറുനടിയിൽ തുടങ്ങിയിരിക്കുന്നു. ട്രാക്ടർ കൊണ്ട് പൂട്ടി ഉഴുത് എന്നിട്ടാണ് ഞാറുനടിയിൽ ചെയ്യുന്നത്. ഇതാണ്ടോ അമ്മ ചെയ്യുന്നത്. ചാക്കിലൊക്കെ ചേറ് കോരി നിറയ്ക്കുകയാണ്. ഇതിനെ കൈക്കോട്ടെന്ന് പറയുക ഇവിടെ. ചില സ്ഥലങ്ങളിൽ തൂമ്പ എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇവിടെ. കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഞാറ് നടുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് വന്നു. അവരോടൊക്കെ കുറച്ച് കുശലാന്വേഷണം നടത്തി. ഞങ്ങളുടെ നാട്ടിൽ നടിയിൽ മെഷീനൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ തന്നെയാണ് നടുന്നത്. അങ്ങനെ പാടമൊക്കെ നിറയെ സ്ഥലമുണ്ട്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ട്രാക്ടർ പൂട്ടലും ഞാറുനടിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നു. ശേഷം പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് നടന്നു. ഇതാണ്ടോ ചാക്കിലൊക്കെ മണ്ണ് കോരിയിട്ട് നിറച്ചിരിക്കുന്നത്. ഞാൻ കുറച്ചിങ്ങനെ വിഷ്വലൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ പോവുകയാണ്. ഇനി വളമിടലാണ് ജോലി. അത് വേറെ ഒരാൾ വന്ന് ചെയ്യും. പിന്നെ വരുന്ന വഴിക്കാണ് കുട്ടികൾ മീൻ പിടിക്കുന്നത് കണ്ടത്. ഞാൻ കുട്ടികളോട് പറഞ്ഞു, അരികത്തൊന്നും ഇരിക്കണ്ട, ഒറ്റയ്ക്കൊന്നും വന്ന് മീൻ പിടിക്കാൻ നിൽക്കണ്ട, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.